വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടൻസിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം അതിലെ അപ്രോച്ചസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനെ കുറിച്ച് നോക്കിയതാണ്. ഇന്ന് നമുക്ക് അപ്രോച്ചസ് നോക്കാം. അപ്രോച്ചസ് ഫോർ GRDDS. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലോട്ടിംഗ് സിസ്റ്റം ഓർ ലോ ഡെൻസിറ്റി സിസ്റ്റം. സെക്കൻഡ് വൺ ആണ് ഇൻഫ്ലാറ്റബിൾ GI ഡെലിവറി സിസ്റ്റം. തേർഡ് വൺ ബയോ അഡ്ഹസീവ് സിസ്റ്റം. ഫോർത്ത് വൺ ഹൈ ഡെൻസിറ്റി സിസ്റ്റം. ഫിഫ്ത്ത് വൺ റാഫ്റ്റ് ഫോമിംഗ് സിസ്റ്റം. ഇപ്പോൾ ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിൽ തന്നെ നോൺ എഫർവസൻ സിസ്റ്റം ഉണ്ട്, എഫർവസൻ സിസ്റ്റം ഉണ്ട്. നോൺ എഫർവസൻ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് ഹൈഡ്രോ ഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം, മൈക്രോ ബലൂൺ ഓർ ഹോളോ മൈക്രോസ്പിയേഴ്സ്. എഫർവസൻ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വോളറ്റൈൽ ലിക്വിഡ് ഓർ വാക്യൂം കണ്ടെയ്നിങ് സിസ്റ്റം, ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫ്ലോട്ടിംഗ് സിസ്റ്റം. അതിനെ തന്നെ ലോ ഡെൻസിറ്റി സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും GI ഫ്ലൂയിഡിനെക്കാട്ടിലും ബൾക്ക് ഡെൻസിറ്റി കുറവായിരിക്കും. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റൊമക്കിൽ ഒരുപാട് നേരം അത് ബയോണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ പൊന്തിക്കിടക്കും, ഫ്ലോട്ടായി നിൽക്കുന്നുണ്ട്. അത് GI എംപ്റ്റിയിങ് റേറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ഡ്രഗ്സ് ഡിസൈഡ് റേറ്റിൽ സിസ്റ്റത്തിൽ നിന്ന് സ്ലോലി റിലീസ് ആവുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു GI റെസിഡൻസ് ടൈം അവിടെ ഇൻക്രീസ് ആവും. അതേപോലെ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻസിൻ്റെ ഫ്ലക്ച്വേഷൻസിന് കൺട്രോൾ ഉണ്ടാവും. കംപ്ലീറ്റ് ഡ്രഗ് റിലീസ് ആയി കഴിഞ്ഞാൽ ആ റെസിഡ്യൂൽ സിസ്റ്റം നമുക്ക് സ്റ്റൊമക്കിൽ നിന്ന് എംപ്റ്റി ആവുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് GI ഫ്ലൂയിഡിനെക്കാട്ടിലും ബൾക്ക് ഡെൻസിറ്റി കുറവായിരിക്കും. അത് സ്റ്റൊമക്കിൽ ഒരുപാട് നേരം പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം ബയോണ്ടായിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട്. അത് GI എംപ്റ്റിയിങ് റേറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. ഡ്രഗ്സ് റിലീസ് ചെയ്യുന്നത് സ്ലോലി ഡിസൈഡ് റേറ്റിലാണ് ആ സിസ്റ്റത്തിൽ നിന്ന്. അങ്ങനെ GI റെസിഡൻസ് ടൈം ഇൻക്രീസ് ആയിട്ട് കൺട്രോൾ ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ബെറ്റർ ആവുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഡ്രഗ് റിലീസ് ആയിക്കഴിഞ്ഞാൽ ആ റെസിഡ്യൂവൽ സിസ്റ്റം സ്റ്റൊമക്കിൽ നിന്ന് എംപ്റ്റി ആവും. ഇനി ബൊയാൻസി റിട്ടൻഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യും ബെറ്റർ ഇഫ് RW ഈസ് ഓൺ ഹയർ പോസിറ്റീവ് സൈഡ്. RW ഹയർ പോസിറ്റീവ് സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റ് നല്ലപോലെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ RWൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. RW ഈക്വൽ ടു F ബൊയാൻസി മൈനസ് F ഗ്രാവിറ്റി, അതായത് DF മൈനസ് DS ഇൻറ്റു GV. അതിൽ RW പറഞ്ഞ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്, F എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഡെൻസിറ്റി, DS ഒബ്ജക്റ്റ് ഡെൻസിറ്റി, V വോളിയം, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് ആവുന്നതിൻ്റെ അതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. മിനിമം GI കണ്ടൻറ്റും മിനിമം ഗ്യാസ്ട്രിക് ലെവലുമാണ് ഫ്ലോട്ടിങ്ങിന് റിക്വയർഡ് ആയിട്ടുള്ളത്. ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. അങ്ങനെ ഡ്രഗ് എന്ത് ചെയ്യും, സ്റ്റൊമക്കിൽ ഫ്ലോട്ട് ആവുന്നുണ്ട്. നോൺ എഫർവസൻ സിസ്റ്റത്തിൻ്റെ കേസ് ആണെങ്കിലോ സ്വെല്ലിംഗ് പോളിമേഴ്സിന് എയർ ട്രാപ്ഡ് ബൈ സ്വെല്ലിംഗ് പോളിമേഴ്സ് സ്വെല്ലായിട്ട് അവിടെ എയർ ട്രാപ്പ് ചെയ്തത്, അതാണ് ബൊയാൻസിനെ ഹെൽപ്പ് ചെയ്തത്. ഇനി ബൊയാൻസി മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ട് ഫ്ലോട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി സിസ്റ്റം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നോൺ എഫർവസൻ സിസ്റ്റം, എഫർവസൻ സിസ്റ്റം. നമുക്ക് ഫസ്റ്റ് നോൺ എഫർവസൻ സിസ്റ്റം നോക്കാം. ഈ നോൺ എഫർവസൻ സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മെക്കാനിസം വരുന്നത്, സ്വെല്ലിംഗ് ഓഫ് പോളിമേഴ്സ് അല്ലെങ്കിൽ മ്യൂക്കോസൽ ലെയറിലോട്ട് GI ട്രാക്കിലെ മ്യൂക്കോസൽ ലെയറിലോട്ടുള്ള ബയോ അഡ്ഹഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ നോൺ എഫർവസൻ സിസ്റ്റത്തിൻ്റെ മെക്കാനിസം വരുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എക്സിപിയൻസ് ആണ് ജെൽ ഫോമിംഗ് ഓർ ഹൈലി സ്വെല്ലബിൾ ഏജൻസ്. അതിലുള്ളതാണ് സെല്ലുലോസ് ടൈപ്പ് ഹൈഡ്രോകൊളോയിഡ്സ്, ഹൈഡ്രോഫിലിക് ഗംസ്, പോളിസാക്കറൈഡ്സ്, അല്ലെങ്കിൽ മെട്രിക്സ് ഫോമിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, പോളികാർബണേറ്റ്, പോളി ആക്രിലേറ്റ്, പോളിമെതാക്രിലേറ്റ്, പോളിസ്റ്റൈറിൻ. ബയോ അഡ്ഹസീവ് പോളിമേഴ്സ് ഉണ്ട്, ചീറ്റോസ് ആൻഡ് കാർബോപോൾ. ഈ സിസ്റ്റത്തിന് ഫെർദർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം ഉണ്ട്, മൈക്രോ ബലൂൺസ് അല്ലെങ്കിൽ ഹോളോ മൈക്രോസ്പിയേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം.
ഈ സിസ്റ്റത്തിൽ എന്താണ്, ഡ്രഗ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു ജെൽ ഫോമിംഗ് ഹൈഡ്രോകൊളോയിഡ് ഉണ്ടായിരിക്കും. അത് സ്റ്റൊമക് കണ്ടൻസിൽ ബൊയാൻഡ് ആയിട്ട് റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഡ്രഗും ഉണ്ടായിരിക്കും, ജെൽ ഫോമിംഗ് ഹൈഡ്രോകൊളോയിഡ്സും ഉണ്ടായിരിക്കും. ഇത് ഒരു സിംഗിൾ ഡോസേജ് ഫോം ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ക്യാപ്സ്യൂളിൻ്റെ ഫോമിൽ. കോമൺലി യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി ഈഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, പോളി കാർബോഫിൽ, പോളി ആക്രിലേറ്റ്, പോളിസ്റ്റൈറിൻ, അഗാർ, കരാജീനൻ, ആൽജിനിക് ആസിഡ്. ഇത്രയും പോളിമേഴ്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. പോളിമർ ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഈ ക്യാപ്സ്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിൻ്റെ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യും. ആ മിക്സ്ചേഴ്സ് സ്വെല്ല് ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് ബെരിയർ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഡോസേജ് ഫോമിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തുണ്ട്, ബൊയാൻസി കൊടുക്കുന്നത്. ലോങ്ങർ പീരീഡ് ഓഫ് ടൈം അത് ഫ്ലോട്ടിംഗ് ബൊയാൻസി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ജെലാറ്റിനസ് ബാരിയർ ആണ്. മനസ്സിലായോ? ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഡ്രഗും ഉണ്ടായിരിക്കും, ജെൽ ഫോമിംഗ് ഹൈഡ്രോകൊളോയിഡ്സും ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ഡോസേജ് ഫോം ആയിട്ട് ക്യാപ്സ്യൂളിൻ്റെ ഫോമിലാണ് കൊടുക്കുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പോളിമേഴ്സ് ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം ക്യാപ്സ്യൂൾസിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ ക്യാപ്സ്യൂൾസ് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്തിട്ട് മിക്സ്ചർ സ്വെല്ല് ചെയ്തിട്ട് ജെലാറ്റിനസ് ബാരിയർ ഫോം ചെയ്യും. അതാണ് ഡോസേജ് ഫോമിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ലോങ് പീരീഡ് ഓഫ് ടൈം അത് ബൊയാൻസി ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് മൈക്രോ ബലൂൺ അല്ലെങ്കിൽ ഹോളോ മൈക്രോസ്ഫിയേഴ്സ്. മൈക്രോ ബലൂൺസ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സിമ്പിൾ സോൾവെൻറ്റ് ഇവാപ്രേഷൻ അല്ലെങ്കിൽ സോൾവെൻറ്റ് ഡിഫ്യൂഷൻ ഇവാപ്രേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് GI റിട്ടൻഷൻ ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലോഡ് ചെയ്തിരിക്കുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് പോളി കാർബണേറ്റ്, സെല്ലുലോസ് അസറ്റേറ്റ്, കാൽസ്യം ആൽഗിനേറ്റ്, യൂട്രാജിത് എസ്, അഗാർ. ഇനി ബൊയാൻസിയും ഡ്രഗ് റിലീസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റി ഓഫ് പോളിമർ, പ്ലാസ്റ്റിസൈസർ, പോളിമർ റേഷ്യോ, സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ ഫോർമുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഹോളോ മൈക്രോസ്ഫിയേഴ്സിനെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് ബയോൺ സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് മൾട്ടിപ്പിൾ യൂണിങ് സിസ്റ്റത്തിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് ഈ ഹോളോ മൈക്രോസ്ഫിയേഴ്സിനെ ഇപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിങ് ബയോൺ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് ഗുഡ് ഫ്ലോട്ടിംഗ് കാപ്പബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയത് നോൺ എഫർവെസൻ സിസ്റ്റം ആണ്. അതിൻ്റെ രണ്ടിതായിട്ട് നമ്മൾ ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം, മൈക്രോ ബലൂൺ ഓർ ഹോളോ മൈക്രോസ്ഫിയേഴ്സും നോക്കി. അടുത്തത് നമ്മൾ നോക്കുന്നത് എഫർവെസൻ സിസ്റ്റം ആണ്. ഈ എഫർവെസൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗ് ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഫ്ലോട്ട് ആവുന്നത്? അതിനൊരു ഫ്ലോട്ടിംഗ് ചേംബർ ഉണ്ടായിരിക്കും. അത് വാക്വം എയർ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ എഫർവെസൻ സിസ്റ്റം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: വോളറ്റൈൽ ലിക്വിഡ് ഓർ വാക്വം കണ്ടെയ്നിങ് സിസ്റ്റം, ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റം. ഫസ്റ്റ് വൺ ആണ് വോളറ്റൈൽ ലിക്വിഡ് ഓർ വാക്വം കണ്ടെയ്നിങ് സിസ്റ്റം. അതിനെ തന്നെ നമ്മൾ ഇൻട്രാ ഗ്യാസ്ട്രിക് ഫ്ലോട്ടിംഗ് GI ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്നും പറയും. ഈ സിസ്റ്റം നമ്മുടെ സ്റ്റൊമക്കിൽ ഫ്ലോട്ട് ചെയ്യും, കാരണം അതിനൊരു ഫ്ലോട്ടേഷൻ ചേംബർ ഉണ്ട്. അത് വാക്വം ഫില്ല് ചെയ്തിട്ടുണ്ട്, ഹാംലെസ് ഗ്യാസോ അല്ലെങ്കിൽ എയറോ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൽ മൈക്രോപോറസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഡ്രഗ് റിസർവോയറിനെ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഡ്രഗ് റിസർവോയർ ഉണ്ട്, മൈക്രോപോറസ് ചേംബറാണ്, മൈക്രോപോറസ് വോൾസ് ഒക്കെ ഉണ്ട്. അതിൽ എൻകാപ്സുലേറ്റ് ചെയ്യാണ് ഡ്രഗ് റിസർവോയറിനെ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലോട്ടേഷൻ ചേംബർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഇനേർട്ട് ഗ്യാസോ അല്ലെങ്കിൽ എയറോ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്ത്? വോളറ്റൈൽ ലിക്വിഡ് ഓർ വാക്വം കണ്ടെയ്നിങ് സിസ്റ്റം. അടുത്തതാണ് ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റം. ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ മെക്കാനിസം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യാണ്. ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് ബൈകാർബണേറ്റ് വിത്ത് ഫോർമുലേറ്റഡ് സിട്രിക് ആസിഡ്, co-formulated citric acid or tartaric acid in ratio of 1:0.76. അപ്പോൾ നമ്മുടെ ബൈകാർബണേറ്റും സിട്രിക് ആസിഡും ടാർട്ടാറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നതാണ് ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെക്കാനിസം. ഓക്കെ, ഗ്യാസ്ട്രിക് മാട്രിസസ് ലൈക്ക് ജെൽ ഹൈഡ്രോകൊളോയിഡ് മെട്രിക്സ് വിത്ത് സ്വെല്ലബിൾ പോളിമേഴ്സ് ആയിട്ടുള്ള ചീറ്റോസ് ആൻഡ് കാർബോമർ ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഈ ബൈകാർബണേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ക്യാപ്സ്യൂൾസ് വിത്ത് ലാക്ടോസ് ആൻഡ് PVP നമ്മളിതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്.
വേറൊരു മെത്തേഡാണ് അയൺ എക്സ്ചേഞ്ച് ബേസ്ഡ് റിയാക്ഷൻസ്. അവിടെ എന്താണ്, ബൈകാർബണേറ്റും ഡ്രഗ് അയോൺസും Cl- അയോൺസും ആയിട്ട് എക്സ്ചേഞ്ച് നടക്കുകയാണ് സ്റ്റൊമക് ഫ്ലൂയിഡിൽ. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടും ഫ്ലോട്ടിംഗ് കോസ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിന് നമുക്ക് മൾട്ടി ലെയർ സിസ്റ്റം ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രഗും എക്സിപിയൻസും കാർബൺ ഡൈ ഓക്സൈഡ് ജനറിങ് മെറ്റീരിയൽസും ഒക്കെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫിഗർ വരുന്നത്. ഇനി ഫ്ലോട്ടിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കിയത്. അതിൽ തന്നെയാണ് നോൺ എഫർവസൻ സിസ്റ്റം, എഫർവസൻ സിസ്റ്റം ഒക്കെ നോക്കിയത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സസ്റ്റെയിൻഡ് റിലീസ് ഡ്രഗ്സിന്, ലോ ബയോളജിക്കൽ ഹാഫ് ലൈഫ് ഉള്ള ഷോർട്ട് GI റെസിഡൻസ് ടൈം ഉള്ള ഡ്രഗ്സിനൊക്കെ സ്യൂട്ടബിൾ ആണ്. സസ്റ്റെയിൻഡ് റിലീസ് ഫോമുലേഷൻസിൻ്റെ കേസിൽ ഇതൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് റിട്ടൻഷനെ പ്രൊലോങ് ചെയ്യാൻ പറ്റും ഫ്ലോട്ടിംഗ് കപ്പാസിറ്റി കാരണം, ലാർജ് സൈസ് കാരണം. എക്സാമ്പിളാണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് മൈക്കാർഡ് ക്യാപ്സ്യൂൾസ്. അത് GI റിട്ടൻഷൻ 16 hours ആണ് കാണിക്കുന്നത്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ഓറൽ ഡോസേജ് ഫോം 8 hours ആണ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ ലോ ബയോ അവൈലബിലിറ്റി ഉള്ള ഡ്രഗ്സിന് സ്യൂട്ടബിൾ ആണ്. സ്പെസിഫിക് ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. അടുത്ത സിസ്റ്റമാണ് ഇൻഫ്ലാറ്റബിൾ ഓർ സ്വെല്ലിംഗ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം അതിന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് യൂട്ടിലൈസ് ചെയ്തിട്ട് GI റിട്ടൻഷൻ ടൈം എൻഹാൻസ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ സ്വാലോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പൈലോറിസിൻ്റെ സൈസിൻ്റെ ബിയോണ്ട് ആയിട്ട് അത് സ്വെല്ല് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ പൈലോറിസ് വഴി അതിനെ പാസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മെക്കാനിസം കാരണം അതിനെ പ്ലഗ് ടൈപ്പ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഡോസേജ് ഫോമിൻ്റെ സ്വെല്ലിംഗ് നടക്കുന്നത് ഓസ്മോട്ടിക് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം GI ഫ്ലൂയിഡ്സ് കാരണമാണ്. അതായത് GI ഫ്ലൂയിഡ്സിന് വാട്ടറിനെ ഓസ്മോട്ടിക് അബ്സോർപ്ഷൻ നടക്കുന്നത് കാരണമാണ് അവിടെ ഡോസേജ് ഫോം സ്വെല്ലായിട്ട് അതിൻ്റെ സൈസ് പൈലോറിസിൽ കൂടുന്നത്. അപ്പോൾ എന്ത് ചെയ്യില്ല, പൈലോറിസിലൂടെ അത് പാസ് ചെയ്യാൻ പറ്റില്ല. ഈ സിസ്റ്റത്തിന് സ്റ്റൊമക്കിലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സിന് അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് കോൺട്രാക്ഷൻസിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഹൈഡ്രോഫിലിക് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് ഡിസൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ ഫിസിക്കൽ സ്റ്റെബിലിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് സ്വെല്ല് ചെയ്ത് കഴിഞ്ഞാലും ഫിസിക്കൽ സ്റ്റെബിലിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്ത് GI റിട്ടൻഷൻ ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾഡ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് റിലീസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്, ഈ പ്രൊഡക്റ്റ് സ്മോൾ സൈസ് ആയിരിക്കണം, ഓറൽ ഇൻടേക്കിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അത് സ്റ്റൊമക്കിൽ വന്നിട്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ. അങ്ങനെ GI റിട്ടൻഷൻ എൻഹാൻസ് ചെയ്തിട്ട് ഡ്രഗ് റിലീസ് നടന്നതിന് ശേഷം ബോഡിയിൽ നിന്ന് ഈസിലി അത് ക്ലിയർ ആവും വേണം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾഡ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് റിലീസ് ഡോസേജ് ഫോംസിന് ഇത് സ്യൂട്ടബിൾ ആണ്. അതേപോലെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഈസിയാണ്, കാരണം അതിന് ഫോൾഡബിൾ സൈസാണ്. അതേപോലെ GI ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ അത് അൺഫോൾഡ് ചെയ്ത് സ്വെല്ലായി GI റിട്ടൻഷനും ബയോ അവൈലബിലിറ്റിയും എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത സിസ്റ്റമാണ് ബയോ അഡ്ഹസീവ് സിസ്റ്റം. ബയോ അഡ്ഹസീവ് അല്ലെങ്കിൽ മ്യൂക്കോ അഡ്ഹസീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് GI എപ്പിത്തീലിയൽ സെൽ സർഫസ് ഓഫ് മ്യൂസിനിലെ GI എപ്പിത്തീലിയൽ സെൽ സർഫസിനോട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഗ്യാസ്ട്രോ റിട്ടൻഷൻ ടൈമിന് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് സ്റ്റൊമക്കിൽ. അങ്ങനെ ഈ ഡ്രഗും ബയോളജിക്കൽ മെംബ്രെയിനും തമ്മിലുള്ള ഡ്യൂറേഷൻ ഓഫ് കോണ്ടാക്റ്റും അതേപോലെ ഇൻറ്റിമസിയൊക്കെ എൻഹാൻസ് ചെയ്യുക. ഈ ബയോ അഡ്ഹസീവ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അതിനൊരു അഡഷൻ ഇൻട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. പോളിമേഴ്സ് മ്യൂസിൻ എപ്പിത്തീലിയൽ സർഫസുമായിട്ട് ബൈൻഡ് ചെയ്തത് 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഹൈഡ്രേഷൻ മീഡിയേറ്റഡ് അഡഷൻ, ബോണ്ടിങ് മീഡിയേറ്റഡ് അഡഷൻ, റിസപ്റ്റർ മീഡിയേറ്റഡ് അഡഷൻ. ഹൈഡ്രേഷൻ മീഡിയേറ്റഡ് അഡഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൈൻ ഹൈഡ്രോഫിലിക് പോളിമേഴ്സ് എന്ത് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഇതാക്കിയിട്ട് സ്റ്റിക്കി ആയിട്ട് മാറും. അങ്ങനെ ബയോ അഡ്ഹസീവ് പ്രോപ്പർട്ടീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോണ്ടിങ് മീഡിയേറ്റഡ് അഡഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമേഴ്സ് മ്യൂക്കസ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സർഫസിലോട്ട് അഡ്ഹർ ചെയ്യാണ്. അവിടെ വേരിയസ് ബോണ്ടിങ് ആൻഡ് മെക്കാനിസംസ്, അതായത് ഫിസിക്കൽ മെക്കാനിക്കൽ ബോണ്ടിങ്ങും കെമിക്കൽ ബോണ്ടിങ്ങും ഒക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഫിസിക്കൽ മെക്കാനിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഹസീവ് മെറ്റീരിയലിനെ സർഫസ് ഓഫ് മ്യൂക്കോസയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ഉണ്ടാവുക. കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോവാലൻ്റ് അല്ലെങ്കിൽ അയണിക് ഇൻ നേച്ചർ ആയിരിക്കും.
പിന്നെ റിസപ്റ്റർ മീഡിയേറ്റഡ് അഡഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പോളിമേഴ്സിന് സ്പെസിഫിക് റിസപ്റ്റർ സൈറ്റിലോട്ട് ബൈൻഡ് ചെയ്തിട്ട് GI റിട്ടൻഷൻ ടൈം എൻഹാൻസ് ചെയ്യാൻ പറ്റും. സെർട്ടിൻ പ്ലാന്റ്ലെറ്റിൻസ് ആയിട്ടുള്ള ടൊമാറ്റോ ലെക്റ്റിനൊക്കെ സ്പെസിഫിക്കലി ഷുഗർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് ലോ ബയോ അവൈലബിലിറ്റി ഉള്ള ഫുഡ്സിനൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. അതാണ് എന്ത് ബയോ അഡ്ഹസീവ് സിസ്റ്റം. അടുത്തതാണ് ഹൈ ഡെൻസിറ്റി സിസ്റ്റം. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി എബൌട്ട് 3 gram/cm³ ആയിരിക്കും. അത് സ്റ്റൊമക്കിലെ ആൻഡ്രം പാർട്ടിലാണ് റീറ്റെയിൻ ചെയ്യുന്നത്. അതിന് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഇതിനൊരു മേജർ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫോർമുലേഷൻസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതായത് ഹൈ എമൗണ്ട് ഓഫ് ഡ്രഗ് വേണം, അതേപോലെ 2.5 gram/cm³ ഡെൻസിറ്റി അത് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഒരു മാനുഫാക്ചറിങ്ങിലുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടിയാണ് ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ അപ്രോച്ചിൽ നമ്മുടെ ഡോസേജ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ത് ചെയ്യണം, നോർമൽ സ്റ്റൊമക് കണ്ടന്റ് ഡെൻസിറ്റീനെക്കാട്ടിലും എക്സീഡ് ചെയ്യണം. നോർമൽ സ്റ്റൊമക് കണ്ടന്റ് ഡെൻസിറ്റിയാണ് 1.004 gram/cm³. അപ്പോൾ അതിനേക്കാൾ എക്സീഡ് ചെയ്ത് കൂടുതലായിരിക്കണം ഡോസേജ് ഫോമിൻ്റെ ഡെൻസിറ്റി. ഈ ഫോർമുലേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രഗിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഹെവി കോർ വെച്ച് കോട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇനേർട്ട് മെറ്റീരിയൽസ് ആയിട്ടുള്ള അയൺ പൗഡറോ ബാരിയം സൾഫേറ്റ്, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ള ഇനേർട്ട് മെറ്റീരിയൽസുമായിട്ട് മിക്സ് ചെയ്യുക. ഈ മെറ്റീരിയൽസ് ഡെൻസിറ്റീനെ 1.5 to 2.4 gram/cm³ വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഡെൻസിറ്റി 2.5 gram/cm³ ക്ലോസ് ആണ്. അതാണ് GI റിട്ടൻഷൻ അല്ലെങ്കിൽ GI റെസിഡൻസ് ടൈമിനെ പ്രൊലോങ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹൈ ഡെൻസിറ്റി സിസ്റ്റം. അടുത്തതാണ് റാഫ്റ്റ് ഫോമിംഗ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റാസിഡ്സിൻ്റെ ഡെലിവറിക്കും അതേപോലെ GI ഇൻഫെക്ഷൻസിനും ഡിസോർഡേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒരു വിസ്കസ് ആയിട്ടുള്ള കൊഹസീവ് ജെല്ല് ഫോം ചെയ്യാണ് GI ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത്. ലിക്വിഡിൻ്റെ ഓരോ പോർഷനും സ്വെല്ല് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ലെയർ ആയിട്ടുള്ള റാഫ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ കണ്ടിന്യൂസ് ലെയറിനെയാണ് നമ്മൾ റാഫ്റ്റ് എന്ന് പറയാം. ഈ റാഫ്റ്റ് GI ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ആവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ലോ ബൾക്ക് ഡെൻസിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. യൂഷ്വലി ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യും, ഒരു ജെൽ ഫോമിംഗ് ഏജൻറ്റ് ഉണ്ടായിരിക്കും, ഒരു ആൽക്കലൈൻ ബൈകാർബണേറ്റ് അല്ലെങ്കിൽ കാർബണേറ്റ് ഉണ്ടായിരിക്കും. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമേഷന് റീസൺ ആയിട്ടുള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് ലെസ് ഡെൻസും അതേപോലെ ഫ്ലോട്ടും ആയിട്ട് മാറ്റുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ ജെൽ ഫോമിംഗ് ഏജൻ്റായിട്ട് ആൽഗിനിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യും, സോഡിയം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ ഒരു ആസിഡ് ന്യൂട്രലൈസറോ ഉണ്ട്. അത് ടുഗെദർ സോഡിയം ആൽഗിനേറ്റ് ജെല്ല് ഫോം ചെയ്തിട്ട് GI ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അങ്ങനെ റാഫ്റ്റ് ഫോം ചെയ്യും. ആ റാഫ്റ്റ് ഫോം ചെയ്തത് GI ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ GI കണ്ടൻറ്റ് ഈസോഫാഗസിലോട്ട് റിഫ്ലക്സ് ചെയ്ത് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും അത് സ്റ്റൊമക്കും ഈസോഫാഗസും തമ്മിലുള്ള ഒരു ബാരിയറായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് റാഫ്റ്റ് ഫോമിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അപ്രോച്ചസ് പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഏതൊക്കെയാണ് നോക്കിയത്, അപ്രോച്ചസ് ഫോർ GRDDSൽ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി സിസ്റ്റം, അതിൽ തന്നെ നോൺ എഫർവസൻറ്റ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഹൈഡ്രോഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം, മൈക്രോ ബലൂൺ ഓർ ഹോളോ മൈക്രോസ്പിയേഴ്സും, എഫർവസൻറ്റ് സിസ്റ്റം അതിൽ തന്നെ വോളറ്റൈൽ ലിക്വിഡ് ഓർ വാക്യൂം കണ്ടെയ്നിങ് സിസ്റ്റം, ഗ്യാസ് ജനറേറ്റിംഗ് സിസ്റ്റം, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും ഇൻഫ്ലാറ്റബിൾ ഓർ സ്വെല്ലിംഗ് സിസ്റ്റം, ബയോ അഡ്ഹസീവ് സിസ്റ്റം, ഹൈ ഡെൻസിറ്റി സിസ്റ്റം, റാഫ്റ്റ് ഫോമിംഗ് സിസ്റ്റം. ഇത്രയും അപ്രോച്ചസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിട്ടുകളയരുത്, അങ്ങനെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ നോട്ട്സ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. ഇതേപോലത്തെ BPharm മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.